നമസ്കാരമുണ്ട്. പിന്നെ നമ്മള് അടുത്ത യാത്ര പോവാണ്. എങ്ങോട്ടാ പോകുന്നത്? ഇൻവെർനസ്. ഇവിടുന്ന് എഡിൻബർഗ് ഒരു 100 മൈൽ 90 മൈൽ ഇവിടുന്ന് 4 മണിക്കൂർ യാത്ര. അപ്പൊ പോകുന്ന വഴിക്ക് നമ്മളെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാനുണ്ട്. അടിപൊളി സ്ഥലമാണ്. നമ്മളിവിടെ വന്നിട്ട് ആക്ച്വലി അധികം സ്റ്റേ അടിക്കുന്ന പോലത്തെ യാത്ര പോയിട്ടില്ല. അപ്പൊ ഇന്നാണ് 11 മാസത്തിന് ശേഷമാണ് നമ്മള് 2 ദിവസം സ്റ്റേ അടിക്കുന്ന പോലെ നമ്മളൊരു യാത്ര. ബാക്കിയുള്ളത് നമുക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. യാത്ര പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്തു രാവിലെ 10:30ക്കാണ് നമ്മൾ ഇറങ്ങിയത്. ദൈവം മെല്ലെ മെല്ലെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി. ഫ്ലാസ്റ്റിൽ കട്ടഞ്ഞ എടുക്കുന്നല്ലേ? പഴംപൊരി കട്ടൻ പൊളിക്കല്ലേ? അപ്പൊ വരുന്ന വഴിയിലുള്ള നല്ല ഈ ഇൻവെർനസിലേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളി വഴിയാണെന്നാണ് അവിടുത്തെ പോയ ആൾക്കാർ പറഞ്ഞത്. ആക്ച്വലിക്കാണ് നമ്മള് ആ സ്ഥലത്തേക്ക് നമ്മള് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ആക്ച്വലി ബാക്കിയുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. പോകുമ്പോഴും പഴംപൊരിയും കൊണ്ട് പോവുക, അതാണ് ഞങ്ങളുടെ ശീലം. അപ്പൊ തിന്നണ്ട എന്തോ, പക്ഷെ ഇത് എപ്പോഴും ഉള്ളത്. ഇത് ആനന്ദം ഉള്ളപ്പോഴേ എപ്പോ പോകുമ്പോ ഓനി പഴംപൊരിയാ അങ്ങനെ. അപ്പൊ പഴം ഞാൻ ചൂടോടെ രണ്ട് പഴം എടുത്ത് പൊരിച്ചു. ഞാൻ വരൂല, കനപ്പടി കിട്ടണം. വരൂല ഉറപ്പായും വരൂല. വരില്ല. കോയമ്പത്തൂരത്തൊക്കെ പോകുന്ന പോലെ 2 സൈഡിൽ ഇങ്ങനെ പരന്ന് കിടക്കൂലേ? കേരളത്തിൽ കാണാത്തൊരു കാഴ്ചയാണ്. റോഡിന്റെ തന്നെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലം കേരളത്തിൽ അങ്ങനെ കാണാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. ഈ കാണുന്ന ഇതിന്റെ മുകളിൽ കൂടെയാണ് മോട്ടോർ വേ പോകുന്നത്. ഓരോ 10 മൈൽ കഴിയുമ്പോഴും ഇങ്ങനത്തെ ഒരു ഉള്ളിലേക്ക് ഒരു പോക്കറ്റ് റോഡ് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടാവും, റീറ്റെയിൽ പാർക്ക് പോലെ. ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാനും. പിന്നെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്, ഗൾഫ് ഓയിൽ. ഇവിടുന്ന് എല്ലാം BP-യും മോണ്ടിസും സീൻസ്ബറിന്നൊക്കെ പമ്പ് കണ്ടത്. ഈ ഗൾഫ് ഓയിലിൻ്റെ ആദ്യമായിട്ട് കാണുന്നത്. എന്താണ് സെറ്റിങ് കഴിഞ്ഞാ?